അല്ല, സ്വഹീഹായ ഹദീസിൽ തന്നെ ചോദ്യം ഞാൻ പറയാം. അതായത് തറാവീഹ് ഇമാമിൻ്റെ കൂടെ ഇമാമ് പൂർത്തിയാക്കുന്നത് വരെ ഒരാൾ നിസ്കരിച്ചാൽ മൻ സല്ല മഅൽ ഇമാമി ഹത്ത യൻസരിഫ കുതിബ ലഹു ഖിയാമു ലൈല, രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലം അയാൾക്ക് കിട്ടുമെന്ന് നമ്മൾ ഖുതുബയിൽ മനസ്സിലാക്കിയല്ലോ. ഇമാമിൻ്റെ കൂടെ രാത്രി നമസ്കാരം പൂർത്തിയായിട്ട് ഒരാൾ നിസ്കരിച്ചപ്പോൾ ചില ആൾക്കാർ അത് സൂചിപ്പിക്കാനുള്ള കാരണം എന്താ, ചില ആൾക്കാർ 4 നിസ്കരിച്ചിട്ട് പോവും, ചില ആൾക്കാർ 8 നിസ്കരിച്ചിട്ട് പിന്നെ പോവും, പിന്നെ ബാക്കി പെരേ നിസ്കരിക്കാം. ശരിക്കും അതല്ല, അയാൾ ഇമാമിൻ്റെ കൂടെ നിസ്കരിച്ച ഇമാമിൻ്റെ കൂടെ പൂർത്തിയാക്കലാണ് അഫ്ദൽ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിലൊരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തല്ലേ തറാവീഹ് ജമാഅത്താക്കിയത്? അപ്പോൾ അതിനു മുൻപ് അവരിത് എടുത്തില്ലായിരുന്നുവോ? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ അവർ തറാവീഹ് ജമാഅത്തായി നിസ്കരിച്ചു. 3 ദിവസം നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വന്നു, സ്വഹാബാക്കൾ വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇമാമായി നിസ്കരിച്ചു. അങ്ങനെ നിസ്കരിച്ചു. അതിൽ ഒരു ദിവസം സുദീർഘമായി പാരായണം ചെയ്ത് ഫജ്റാകുന്നതിനോടടുത്ത സമയം വരെ പാരായണം ചെയ്ത് നിസ്കരിച്ച കാണാൻ സാധിക്കും. നിസ്കരിച്ചു. അപ്പോൾ പിറ്റേ ദിവസം ആളുകളെല്ലാവരും പള്ളിയിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ കാത്തു നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖശീതു അൻ തുഫ്റദ അലൈക്കും. അപ്പോൾ ആളുകളെല്ലാവരും സ്ഥിരമായി നിസ്കരിച്ച് ഇത് നിങ്ങളുടെ മേലൊരു നിർബന്ധ ബാധ്യതയാക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അത് 2 രൂപത്തിലാകാം. ഒന്ന്, ആളുകൾ അതൊരു നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് എന്ന അർത്ഥത്തിൽ എടുക്കുകയോ, അല്ലെങ്കിൽ ശറഈയായ നിലക്ക് അവർക്കത് നിർബന്ധ ബാധ്യതയാക്കപ്പെടുകയും ആളുകൾക്ക് നിർവഹിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നതിനെ അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് ചെയ്തു? ഭയപ്പെട്ടു. അപ്പോൾ അവർക്ക് സുന്നത്തായ കാര്യം സുന്നത്തായി തന്നെ നിന്നോട്ടെ. അപ്പോൾ അത് സുന്നത്താന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തില്ല? ബാക്കിയുള്ള ദിവസങ്ങളിൽ പിന്നെ നിസ്കരിച്ച് ഇനി നിങ്ങൾ നിസ്കരിച്ചു, നിങ്ങൾക്ക് വേണ്ട രൂപത്തിൽ നിങ്ങൾ നിസ്കരിച്ചോ എന്ന് പറഞ്ഞു 3 ദിവസം അവർക്ക് കാണിച്ചു കൊടുത്തു. എന്നാൽ പിന്നീട് അത് നിർബന്ധമാക്കപ്പെടുക എന്നുള്ളൊരവസ്ഥ നീങ്ങി, അതിൻ്റെ ഇല്ലത്ത് നീങ്ങി. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അപ്പോഴും അതിൻ്റെ മുന്നിൽ സഹാബാക്കൾ നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പള്ളി തന്നെ വരുമ്പോൾ കുറച്ച് ആൾക്കാർ ഇവിടെ നിസ്കരിക്കുന്നു, കുറച്ച് ആൾക്കാർ അപ്പുറത്ത് നിസ്കരിക്കുന്നു, കുറച്ച് ആൾക്കാർ അവിടെ നിസ്കരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇങ്ങനെ ഓരോരുത്തരും അവിടെയും ഇവിടെയും നിസ്കരിക്കണ്ട, എല്ലാവരും ഒരൊറ്റ ജമാഅത്ത്. എന്നിട്ട് ഒരു ജമാഅത്തിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവരോട് കൽപ്പിച്ചു. അതാണ് സംഭവിച്ചത്. അപ്പോഴും അവർ ജമാഅത്തായി നിസ്കരിക്കലുണ്ട്, ഒറ്റക്ക് നിസ്കരിക്കലുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അവസാനിപ്പിച്ചത് അത് ഫർളാകുമോ എന്ന ഭയം കാരണത്താലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ ഇമാമിൻ്റെ കൂടെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ അത് പൂർത്തിയായി നിസ്കരിക്കാം. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇമാമിനോടൊപ്പം നിസ്കരിക്കാതെ രാത്രി ഉറങ്ങി എഴുന്നേറ്റ് അവസാന സമയത്ത് നിസ്കരിച്ച്, അതും വളരെ ശ്രേഷ്ഠമായ സമയമാണ്, അതിനും ഫضലുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇപ്പം ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് പിന്നെ നിസ്കരിക്കുന്നവരാണ് കൂടുതൽ ഫضലിൻ്റെ ആളുകൾ, കൂടുതൽ ശ്രേഷ്ഠതയും പ്രതിഫലവും കിട്ടുന്ന ആളുകളെന്ന് അദ്ദേഹം പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കുകയാണെങ്കിൽ പിന്നെ മുറിച്ച് പോകുന്നത് എന്തല്ല, അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാമെന്നല്ല, അല്ലാതെ ഒരാൾക്ക് ഏറ്റവും അഫ്ളൽ ആ ഇമാമിൻ്റെ കൂടെ അത് പൂർത്തിയാക്കലാണ്. വല്ലാഹു അഅലം.